PS-ന്റെ സത്യപ്രതിജ്ഞ യുവതലമുറയ്ക്ക് അംഗീകാരം. കലക്കി. നല്ല കവറേജ്. താൻ എല്ലാം കൂടെ കഴുത്തിൽ ഞാൻ വെച്ചിരിക്കുന്നു. നോക്കിട്ട് വരാമെന്ന്. ഇന്നാടത് വെളുത്ത ഷർട്ടും മുണ്ടും ധരിച്ച് പ്രസന്നവദനായി വേദിയിലേക്ക് കടന്നു വന്ന സുകുമാരനെ പാർട്ടി അനുഭാവികളും സഹപ്രവർത്തകരും PS എന്ന ഓമന പേര് വിളിച്ച് എതിരേൽക്കുന്നുണ്ടായിരുന്നു. സഭാഷ്. ഉറങ്ങില്ലെന്ന് എനിക്കറിയാം. ഇപ്പൊ വെടി വെച്ച പോലും കേൾക്കല. പരമ സുഖമല്ലേ ഇങ്ങനെ കുറച്ച് മൂടി കിടന്ന് ഉറങ്ങാൻ. എന്നാൽ ഒരു കൊച്ചുണ്ട്, അതിനിന്ന് പരീക്ഷയുള്ള ദിവസമാണ്. അതിനെ ഒന്ന് എഴുന്നേപ്പിക്കുക, കുളിപ്പിക്കാൻ നോക്കുക. ചീഫ് മിനിസ്റ്റർ 10 മണിക്ക് കാണണം. അതിനു മുമ്പ് ഞാനും അത് പറയാൻ തുടങ്ങായിരുന്നു. ടീച്ചറിനെ പോയി വിളിച്ചോണ്ടേ. അതെ, വിളിച്ചിട്ട് വരണം. മന്ത്രി ആയതിനു ശേഷമുള്ള എൻ്റെ ആദ്യത്തെ അപ്പോയിൻമെൻ്റ് അതാ. പിന്നൊരു കാര്യം, മറ്റൊന്നും ധരിക്കരുത്. എൻ്റെ അനുവാദം കൂടാതെ നിങ്ങൾ ഇനി ഇവിടെ കയറി വരാൻ പാടില്ല. ഞാൻ മുമ്പ് വെറും PS ആയിരുന്നു. അന്ന് നിങ്ങൾ എന്നെ തുളത്ത് കേട്ടിട്ടുണ്ട്, വിഷമമില്ല. പക്ഷേ ഇപ്പോൾ സോറി, PS അല്ല, മിനിസ്റ്റർ. നിങ്ങൾ താഴേക്കല്ല, എല്ലാവരെയും ഒഫീഷ്യലായിട്ട് പരിചയപ്പെടാൻ ഞാൻ വരുന്നുണ്ട്. ചെല്ലേ, ഒരു മിനിറ്റ്. ഇന്ന് മന്ത്രിയായിട്ട് ചാർജ് എടുക്കുന്ന ദിവസമല്ലേ? ഞാൻ PS-ന്റെ പേരില്, സോറി, മിനിസ്റ്ററിന്റെ പേരില് ഗണപതി ക്ഷേത്രത്തിൽ ഒരു അർച്ചന കഴിപ്പിച്ചു. പ്രസാദം. ഇത് തുടരണമെങ്കിൽ ഞാനൊന്ന് കുളിക്കണ്ടേ? മുമ്പിരുന്ന മന്ത്രിക്ക് പൂക്കൾ കാണുന്ന തന്നെ ഇഷ്ടമല്ല അല്ലേ ചെല്ലപ്പണ്ണ? ഇപ്പോഴത്തെ മന്ത്രി എങ്ങനെയാണോ എന്തോ. അയ്യേ, എന്താ മാറാല സാർ. ഈ മന്ത്രിസ്ഥാനം ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളൊരു ആകാംക്ഷ നിങ്ങളുടെ മുഖത്തുണ്ട്. എൻ്റെ പൊതുജീവിതം ഞാൻ ഇതുവരെ ദുരുപയോഗപ്പെടുത്തിയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ശശി എൻ്റെ ഷർട്ടിൽ പറ്റിപ്പിടിച്ചിരുന്ന മാറാല തട്ടിക്കളഞ്ഞു. അത് എനിക്കൊരു മുന്നറിയിപ്പാണ്. ഞാൻ ഈ മന്ത്രിപദം അലങ്കരിക്കുന്നിടത്തോളം കാലം ഞാനും എന്നിലുള്ള കളങ്കത്തെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കുരുടാമണ്ണിൽ ശശി എൻ്റെ സ്റ്റാഫിൽ വേണ്ട. ഈ തീരുമാനം PS-ന്റെ തീരുമാനമല്ല, മിനിസ്റ്ററുടെ തീരുമാനമാണ്. മുമ്പ് PS കോളർ ഇങ്ങനെ പിടിച്ചിരുന്നെങ്കിൽ അതിൻ്റെ വില തുച്ഛമായിരുന്നു. പക്ഷേ ഇന്ന് മിനിസ്റ്റർ അങ്ങനെ കോളർ പിടിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വം നമ്മുടെ സംസ്ഥാനത്തിനാണ്. നമ്മൾ എന്നും സുഹൃത്തുക്കളായിരിക്കും. നിങ്ങൾ പുറത്തു പോയാൽ പത്രക്കാരെ കാണും, അനാവശ്യം പറയും, എനിക്കെതിരെ ശത്രുവാള ഉണ്ടാക്കും. ഐ ഡോണ്ട് കെയർ. ഞാനായിട്ട് പറയണ്ട, പറയേണ്ടവരൊക്കെ പറഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞൊന്നും മറക്കണ്ട PS. അച്ഛന് പണം കൊടുത്ത് പലിശ അങ്ങനെ അറിയുള്ളൂ, മനസ്സിന്റെ വില അറിയില്ല. എന്റെ പേരിൽ എന്റെ അനുവാദം ഇല്ലാതെ സുഖേട്ടിനെ പറ്റി അസംബന്ധം എഴുതാൻ അച്ഛൻ എങ്ങനെ കഴിഞ്ഞു? നിന്റെ വീട്ടിൽ വെച്ച് അവൻ എന്റെ കൊരവളയ്ക്ക് കുത്തി പിടിച്ചപ്പോ ഈ ആവേശമൊക്കെ എവിടെ പോയിരുന്നു? അതന്ന് അച്ഛനും ചേട്ടനും കൂടി സുഖേട്ടിനെ പറ്റി എന്തൊക്കെ പറഞ്ഞു ഓർമ്മയുണ്ട്? സുഖുവേട്ടൻ, നീ എന്റെ മകളായതിനു ശേഷമാണ് അയാളുടെ ഭാര്യയായത്. എന്റെ ഭർത്താവിന് ഒരുപാട് കുറവുകളുണ്ടായിരിക്കും, പക്ഷെ അതാരും വിളിച്ചു പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല, എന്റെ അച്ഛനായാലും. ഞാനിപ്പോ പോവും എന്റെ മോനെയും കൊണ്ട്. എനിക്ക് സുഖേട്ടനെ കണ്ട് മാപ്പ് പറയണം. എനിക്ക് മനസ്സിലായടി, ലോകം അങ്ങനെയാണ്. നിന്റെ ജീവിതം നശിപ്പിച്ചവനാണവൻ. പക്ഷേ അവൻ മന്ത്രിയായപ്പോ എന്റെ സുഖേട്ടൻ എത്ര വലിയ മന്ത്രിയായാലും ആ ഷർട്ടിന്റെ പോക്കറ്റിൽ ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ തിരികെ വയ്ക്കുന്ന 100 രൂപ മാത്രമേ വരുമാനമായി കാണുകയുള്ളൂ. അതെനിക്ക് ഉറപ്പാ. വത്സലേ, നീ പോകുന്നെങ്കിൽ പോയിക്കോ. പക്ഷെ നീ തിരിച്ചു വന്നാൽ ഈ വാതിൽ നിനക്ക് വേണ്ടി തുറക്കുമെന്ന് കരുതരുത്. ഓരോ അച്ഛനും മകളെ ഇങ്ങനെ വാതിലടച്ച് പുറത്താക്കുന്നതിന്റെ മാന്യമായ പേരാണല്ലോ വിവാഹം. വിവാഹം കഴിഞ്ഞ ഞാനും എന്റെ അച്ഛനിൽ നിന്ന് ഇത്ര പ്രതീക്ഷിക്കാവൂ. അന്വേഷണത്തെ നേരിടുന്ന നീലകണ്ഠൻ കുറ്റക്കാരനല്ലെന്ന് വന്നാൽ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞു കൊടുക്കൂ? പാർട്ടി പറയുന്ന പോലെ ചെയ്യും. കുഴപ്പം പിടിച്ചൊരു വകുപ്പാണ് മന്ത്രി ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഈ വകുപ്പിലെ ക്രമക്കേടുകൾ ശരിയാക്കാൻ എന്തെങ്കിലും നടപടികൾ ഉദ്ദേശിക്കുന്നുണ്ടോ? അതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല.
ഇനി എന്നാ ആലോചിക്കുന്നേ? മന്ത്രിയായ ഉടൻ ഭാര്യയെയും കുട്ടിയെയും വീട്ടിൽ നിന്ന് പുറത്താക്കിയെന്നൊരു പത്രവാർത്ത കണ്ടു. ശരിയാണോ? ഞാൻ മിനിസ്റ്ററുടെ ഭാര്യയാണ്. ഇത് മിനിസ്റ്ററുടെ കുഞ്ഞും. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാ. മിനിസ്റ്ററുടെ ഭാര്യയും കുഞ്ഞും ഇങ്ങനെയല്ലല്ലോ വരുന്നത്. പപ്പായ്ക്ക് എന്നെ കണ്ടാ അറിയാം. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ ആ ഫോണിങ് തന്നാ മതി, ഞാൻ സ്റ്റീഫനുമായി സംസാരിക്കാം. ഹലോ, സ്റ്റീഫൻ സാറല്ലേ? അതെ. സെക്യൂരിറ്റിയാണ്. ഒരു സ്ത്രീ വന്ന് നിൽക്കുന്നു. മിനിസ്റ്ററുടെ ഭാര്യയാണെന്ന് പറയുന്നു. ആ കൊടുക്ക. സ്റ്റീഫൻ ഞാൻ ടീച്ചറാ. ടീച്ചറാണോ? ഒരു മിനിറ്റ് ചേട്ടാ. ടീച്ചറെ എത്തിയിട്ടുണ്ട്. ആ താൻ ഓടിച്ചെന്ന് പറ. അവിടെ പത്രക്കാരെ ഇന്റർവ്യൂ എടുക്കല്ലേ? ടീച്ചർ വന്നാ പിന്നെ എന്ത് ഇന്റർവ്യൂടോ? ചെല്ലടോ ചെല്ലേ. പിന്നൊരു കാര്യം, മറ്റൊന്നും ധരിക്കരുത്. എന്റെ അനുവാദം കൂടാതെ നിങ്ങൾ ഇനി ഇവിടെ കയറി വരാൻ പാടില്ല. യെസ്, ഒരു ഗ്ലാഡ് ന്യൂസ് ഉണ്ട്. ടീച്ചർ മോനും വന്നിട്ടുണ്ട്. എന്റെ മുമ്പിൽ ഇരിക്കുക. ഇപ്പൊ ഞാനിപ്പം തിരക്കിലാണ്, കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അയ്യോ അങ്ങനെ പറയരുത്. എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തിയേ പറ്റൂ. പത്രക്കാരുള്ള ടീച്ചർ അങ്ങോട്ട് പറഞ്ഞേക്കണ്ടെന്ന് കരുതിയാ ഒരു 5 മിനിറ്റ് PS ഇങ്ങോട്ട് വന്നൂടെ? PS അല്ല, മിനിസ്റ്റർ. നല്ല ബോസ്, കയ്യിലൊരു പടം കിട്ടിയല്ലോ. ഇനി ഞാൻ എന്തെങ്കിലും രാജിവെക്കുമ്പോൾ ഫ്രണ്ട് പേജ് കൊടുക്കാമല്ലോ, ഒരു അടിക്കുറിപ്പും കൊടുക്കാം. ഇനി എന്ത് ചെയ്യും? പ്രൈവറ്റ് സെക്രട്ടറിമാരുടെ അറിവിലേക്ക് വേണ്ടി പറയുകയാണ്. ഞാൻ നാളെ പുതിയ കോളേജിൽ ജോയിൻ ചെയ്യാണ്. അതിന്റെ കുറച്ച് തിരക്കുകൾ എനിക്കുണ്ട്. സൗകര്യം കിട്ടുമ്പോൾ ഒരു കാര്യം മിനിസ്റ്ററുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ കൊള്ളാം. ഞാൻ വന്നത് എന്റെ സ്ഥലമാറ്റത്തിന്റെ ശുപാർശയ്ക്ക് വേണ്ടി അല്ലെന്ന്. മമ്മി പപ്പായെ കണ്ടില്ലല്ലോ. ഇന്നു മുതൽ മോന് പപ്പയില്ല. വാ വാ. ഇതാണ് ഉണ്ണിയുടെയും അമ്മയുടെയും മുറി. എന്താ ഇഷ്ടപ്പെട്ടോ? എന്താ മോന്റെ മുഖം വല്ലാതിരിക്കുന്നേ? ഇനി ഞാൻ പപ്പായെ കണ്ട മിണ്ടത്തേ ഇല്ല. അതെന്താ? ഞാനും മമ്മിയും പോയിട്ട് പപ്പ ഞങ്ങളെ കാണാൻ വന്നില്ലല്ലോ. എന്നോട് മമ്മി പറഞ്ഞു എനിക്കിനി പപ്പായ ഇല്ലെന്ന്. അതുകൊണ്ടാ ലിസി ഞാൻ വിചാരിച്ചത് മിനിസ്റ്ററായ അദ്ദേഹത്തിന് ഞാനൊരു ശല്യമാവണ്ടെന്ന്. വീട്ടിലേക്കും എനിക്കിനി മടങ്ങിച്ചെല്ലാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു ഏർപ്പാടാവുന്നവരെ ഞാനും കുഞ്ഞും ഇവിടെ താമസിച്ച നിനക്കൊരു ശല്യമാവില്ലല്ലോ. എന്തോന്ന് ശല്യം? ഞാനും ഇവിടെ ഒരു കൂട്ടിന് വേണ്ടി കാത്തിരിക്കുക. എന്റെ അമ്മച്ചിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമുള്ളൂ, അത് നീ ലാവിഷായിട്ട് കൊടുത്തോണം. എന്താ? ഞാൻ പറയാം പരദൂഷണം. ആ പിന്നൊരു കാര്യം, എന്റെ പെങ്ങള് നിന്റെ കോളേജിലെ സ്റ്റുഡന്റാ. യൂണിയൻ ചെയർമാനോ ഏതാണ്ടൊക്കെയാ. ഇവിടെ താമസിക്കുന്നത് കരുതി കൂടുതൽ ഫ്രീഡം ഒന്നും കൊടുക്കണ്ട, കുറച്ച് അകലത്തിൽ നിർത്തിയാ മതി. ആ അത് അത്യാവശ്യമാ. കാര്യം എന്തൊക്കെയായാലും ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനോട് 100 കുറ്റങ്ങൾ പറയാനുണ്ടാവും, ഇല്ലേ ചേച്ചി? അതെ. പക്ഷെ പത്രത്തിൽ ഇങ്ങനെ എഴുതിയത് ഒട്ടും ശരിയായില്ല. എനിക്ക് വിഷമം അതല്ല, ഈ നല്ല സമയത്ത് തന്നെ ഇത് വേണമായിരുന്നു എന്നാ. എനിക്ക് വായിച്ചിട്ട് വിശ്വസിക്കാനേ പറ്റിയില്ല. വത്സലെ പറ്റി ഞാൻ ഇങ്ങനെയൊന്നും അല്ല കരുതിയത്. അതൊക്കെ എന്തിനാ പറയണേ? ഇതെല്ലാം കേട്ടിട്ടും പാറ പോലിരിക്കണ ഭാഗീരഥിയമ്മയെ പൂവിട്ട് തൊഴണം. ആ താൻ എന്തിനാ ഇതും പൊക്കി എടുത്തോണ്ടോന്ന്? എന്നെ വെടി വെക്കാനോ? അതിന് ഇത് പോരാ. ആരെ കാണാനാ? സുമാരനുണ്ടോ അവിടെ? ആര്? മിനിസ്റ്ററോ? ആ നമ്മളാരാ? തള്ള, അവന്റെ തള്ള. ഓ ഇതൊരു വല്ലാത്ത മന്ത്രി തന്നെ. ഒരു മുന്നറിയിപ്പില്ലാതെ ഓരോരുത്തർ കയറി വരുന്നത്, ഓരോരോ ബന്ധം പറഞ്ഞ്. അമ്മയാണെന്നുള്ളതിന് എന്താ തെളിവ്? എടോ
ഭാര്യയാണെന്നുള്ള ഒരു തെളിവ് കെട്ടുതാലിയ. അമ്മയാണെന്നുള്ള ഒരു തെളിവ് എന്താണെന്ന് തനിക്കറിയാമോ? എന്തോന്നാ? ഗർഭപാത്രമാ. അത് തന്നെ എടുത്ത് കാണിക്കാൻ നോക്കൂ. ഇതാണോടോ മന്ത്രിമന്ദിരത്തിലെ ചായ? ഏതായാലും കാപ്പിയല്ല, അതുറപ്പാ. നിങ്ങൾ എന്ത് കൊടുത്താലും മന്ത്രിമാര് കഴിച്ചേച്ച് പോവും, കമാന്നൊരക്ഷരം മിണ്ടാതെ. അത് പാർട്ടിയുടെ അച്ചടക്കമാ. എന്നാലേ ഞാൻ മന്ത്രിയുടെ അമ്മയാ. ഇനി മുതൽ എന്റെ ഇഷ്ടം കൂടി കണക്കിലെടുക്കണം. കൊണ്ടുവാടോ ഒരു നല്ല ചായ. ഭാഗീരഥി, നിന്റെ ജീവിതത്തിൽ എനിക്ക് നേടിത്തരാൻ കഴിയാത്തതാണ് നിന്റെ കുഞ്ഞ് നേടി തന്നിരിക്കുന്നത്. മന്ത്രിയുടെ ഭാര്യയാകേണ്ട നീ ഇന്ന് മന്ത്രിയുടെ അമ്മയാണ്. പക്ഷേ നിന്നെ വിവാഹം കഴിച്ച അന്ന് മുതൽ മരിക്കുന്നത് വരെ ഞാൻ പറഞ്ഞ വാക്കുകൾ വീണ്ടും ആവർത്തിക്കുകയാണ്. നിന്റെ നാക്ക് ശരിയല്ല. നീ നിന്റെ ഈ ചെറ്റ വർത്താനം നിർത്തണം. ഇനിയെങ്കിലും എന്നോട് പുറത്താട്ട്. ഞാൻ നന്നാവാൻ ശ്രമിക്കാം.